ഞാൻ ഹ്യൂമൻ ബോൺസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ പാർട്സ് ഓഫ് ബോണ്. അപ്പൊ ബോണില് 4 പാർട്സ് ഉണ്ട്. പെരിയോസ്റ്റം, അതാണ് ഈ സാധനം. ഇതിനെ എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ. കോമ്പാക്ട് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം. പിന്നെ സ്പോഞ്ച് ബോൺ പറഞ്ഞിട്ട് ഒരു ബോൺ ഉണ്ട്. സ്പോഞ്ച് ബോണ് ഈ ഭാഗം, ഇവിടെ ഈ സാധനം കണ്ടോ വര പോലെ, ആ ഭാഗമാണ് സ്പോഞ്ച് ബോൺ. പിന്നെ ഈ നടുക്കത്തെ ഈ ഭാഗമാണ് മാരോ, അതൊരു ജെല്ലി പോലെയാണ്. അത് പുതിയ ബ്ലഡ് സെൽസിനൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്പർ ഓഫ് ബോൺസ്, ഈ കുഞ്ഞുങ്ങൾക്ക് 300 ബോൺസ് ഉണ്ടാകും. പിന്നെ നല്ല വലുതായവർക്ക് 206 ബോൺസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫീറ്റും കൈയും കാലും പിന്നെ കൈയും കൂടെ നോക്കുകയാണെങ്കിൽ 103 ബോൺസ് കാണും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കുട്ടികൾക്ക് കൂടുതൽ ബോൺസ്? ശരിക്കും പറഞ്ഞാൽ വലിയവർക്കല്ലേ കൂടുതൽ ബോൺസ് വരേണ്ടത്? അത് ഈ വലിയവരുടെ ബോൺസ് എല്ലാം കൂടി ജോയിന്റ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ ജോയിന്റ് അല്ല, വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായോ ദയ? അതായത് കുഞ്ഞുങ്ങളുടെ ചില ബോൺസ് എല്ലാം സെപ്പറേറ്റഡ് ആയിരിക്കും, ചില ബോൺസ് എല്ലാം. അത് ഒരു വലുതാതെ ബോൺസ് എല്ലാം ഒന്നാവും. കാരണം നമ്മുടെ വയറ്റിന്റെ അടിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നന്നായി ബെൻഡ് ചെയ്യണ്ടേ. അപ്പൊ അത് കാരണം പല ബോൺസും ചെറുതായിരിക്കും, മീൻസ് വേറെ വേറെ ആയിരിക്കും. അത് വലുതാവുമ്പോൾ പല ബോൺസും ചേരും, ഒന്നാവും. ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ സ്ഥലത്തുള്ള ഒരു സാധനമാണ്. അതാണ് നമ്മളെ ബെൻഡ് ചെയ്യാനൊക്കെ സഹായിക്കണത്. അതിൽ 33 സ്മോൾ ബോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ 20 ടൈപ്സ് ഓഫ് ബോൺ ഉണ്ട്. മെയിൻ ടൈപ്സ് ക്രാനിയം, മാൻഡിബിൾ, ഹെഡത്തെ 2 മെയിൻ ടൈപ്സ് ഓഫ് ബോൺ ആണ്. പിന്നെ സ്കാപ്പുല, റിബ്കേജ്, ഷോൾഡറത്തെ 2 മെയിൻ ആണ്. പിന്നെ ഹ്യൂമറസ്, റേഡിയസ്, ഉലാന, കാർപ്പലസ്, മെറ്റാകാർപ്പലസ്. 5 ബോൺസ് ഹാൻഡിലുണ്ട്. പിന്നെ 4 ലെഗിലും ഉണ്ട്. ക്രാനിയം എന്ന് പറയുന്നത് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രാനിയം എന്ന് പറയുന്നത്. അതൊക്കെ സിമ്പിൾ ബോണാണ്. പിന്നെ മാൻഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ബോണാണ്. കാരണം മാൻഡിബിൾ എന്നാണ് താടി കേട്ടോ. അപ്പൊ ഈ താടി എന്താണ് സ്ട്രോങ് ആണെന്ന് വെച്ചാൽ ഈ മൊത്തം ഈ മുഖത്തിനെയും സപ്പോർട്ട് ചെയ്യണത് ഇവിടുന്നാണല്ലോ. പിന്നെ സ്കാപ്പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ബോണാണ്. അത് ഷോൾഡറിലായിരിക്കും ഉണ്ടാവുക. പിന്നെ റിബ്കേജ് ഈ ഹാർട്ടിനെയും പിന്നെ ലങ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഹാൻഡിലെ ഹ്യൂമറസ് എന്നൊരു ബോണാണ്. അതാണ് ഏറ്റവും മുകളിലത്തെ. അത് ഹാൻഡ് ഏറ്റവും ലോങ്ങസ്റ്റ് ബോണാണ്. പിന്നെ റേഡിയസും ഉലാനയും കൂടെ ഇങ്ങനെ ഒന്നിച്ചായിരിക്കും. ഇവിടെ 2 ഇങ്ങനെ ആയിരിക്കും. ഇവിടെ 1, പിന്നെ ഇവിടെ. പിന്നെ കാർപ്പലസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാർപ്പലസിൽ ഓരോ തരമുള്ള ഇതുണ്ട്. പിന്നെ മെറ്റാകാർപ്പലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുതൽ
ഇത് മുതൽ ഇതുവരെ ഉള്ളതാണ് മറ്റേ കാർപ്പല്ലസ് എന്ന് പറഞ്ഞത്. പിന്നെ ഫാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ്. അപ്പൊ ഫീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ ഏറ്റവും മുമ്പത്താണ്. അതോടെ അതെന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ്, ബോഡിയിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓടാൻ സഹായിക്കും, നിൽക്കാൻ സഹായിക്കും, പിന്നെ ഇരിക്കാൻ സഹായിക്കും, പിന്നെ ജമ്പ് ചെയ്യാൻ സഹായിക്കും, എല്ലാത്തിനും സഹായിക്കുന്നത് ഈ ഫീമറാണ്. പിന്നെ പെറ്റല എന്ന് പറഞ്ഞാൽ മുട്ട്. അപ്പൊ ഈ മുട്ടിന്റെ ആ ഭാഗത്തുള്ള സാധനമാണ് ഈ പെറ്റല എന്ന് പറയുന്നത്. പിന്നെ ഫൈബുലയും പിന്നെ ടിബിയും ഫൈബുലയും മുട്ടിന്റെ താഴത്തുള്ള രണ്ടെണ്ണമാണ്. അത് കൈനെ പോലെ തന്നെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, അതിൽ ചിലർക്ക് മിസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ തൊടയിൽ ഒരു സ്ഥലമുണ്ട്. ഈ സാധനം കണ്ടോ, ഈ ആനയുടെ ചെവി പോലുള്ള ഈ രണ്ട് സാധനം കണ്ടോ, ആ സാധനത്തിന്റെ പേരാണ് ലിയം. പിന്നെ ഈ ഇവിടെ ഒരു സാധനം കണ്ടില്ലേ, സാക്രം എന്നാണ് അതിന്റെ പേര്. പിന്നെ ഈ അറ്റത്തുള്ള ഈ ഭാഗത്തിന്റെ പേരാണ് പബ്ബിസ്. അങ്ങനത്തെ മൂന്ന് ബോൺസ് ആണ് ഇടുപ്പിലുള്ളത്. പിന്നെ കാലിന്റെ ഇവിടെ ഇതുണ്ട്. പിന്നെ കാലിന്റെ നമ്മൾ നടക്കണ ആ സ്ഥലത്തുണ്ട്. അപ്പൊ ഈ നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള ഇതുപോലെയുള്ള ഇവിടെയുള്ള ആ സാധനങ്ങൾ പോലെ തന്നെ കാലിലും ഉണ്ട് അങ്ങനത്തെ ഒരു സാധനം. അതിനാണ് ടാർസാൽസ് എന്ന് പറയുന്നത്. പിന്നെ കാലില് മെറ്റാസാർസൽ ഉണ്ട്. പിന്നെ ഫാലഞ്ചസ്. പിന്നെ ബോൺസ് എങ്ങനെ ഹെൽത്തി ആക്കണമെന്നാണ്. ബോൺസ് ഹെൽത്തി ആക്കണത് ഈ പാല് കുടിച്ചാലും പിന്നെ ഈ ഫ്രൂട്ട്സ് മീനൊക്കെ കഴിച്ചാലും പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്താലാണ് ഇത് ബോൺസ് നന്നായിട്ട് സ്ട്രോങ്ങും പിന്നെ വലുതൊക്കെ ആവണത്. കഴിഞ്ഞു.